ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 32/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 ഏപ്രിൽ മാസം 28-ാം തീയതി നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടിലെ 10 ചോദ്യങ്ങളാണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ ഇൻഫോ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇൻഫോ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 71-ാമത്തെ ചോദ്യം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു ത്രികോണത്തില് 5:3:4 എന്ന റേഷ്യോയിലാണ് ഒരു ത്രികോണത്തിലെ കോണുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കോണുകളെ അല്ലെങ്കിൽ ആംഗിൾസിനെ 5x 3x 4x എന്ന് പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ ഒരു സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 എന്ന് പറഞ്ഞൊരു തിയറി. അതായത് ഒരു ത്രികോണത്തിലെ 3 ആംഗിളുകൾ ചേരുമ്പോൾ 180 ആയിരിക്കും അതിൻ്റെ തുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 5x + 3x + 4x = 180 എന്ന് പറഞ്ഞ് എഴുതാം. ഇവ സോൾവ് ചെയ്യുമ്പോൾ ഇവയുടെ സം എന്ന് പറയുന്ന തുക എന്ന് പറയുന്നത് 12x എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. 12x = 180. അടുത്ത സ്റ്റെപ്പിൽ x = 180/12. 180നെ 12 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. 180നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ത്രികോണത്തിലെ ഏറ്റവും ചെറിയ കോണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോയിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3x. എക്സിന്റെ വാല്യൂ നമുക്ക് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 3x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 3 × 15 3 × 15 ചെയ്യുമ്പോൾ നമുക്ക് 45. ഇതാണ് ഏറ്റവും ചെറിയ കോൺ. അതായത് ഓപ്ഷൻ ഡി 45 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2-ാമത്തെ ചോദ്യം. Z = x + y-ൽ x - 10 y 3 ആയ z എത്ര? അതായത് നമുക്കൊരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. z എന്ന് പറഞ്ഞാൽ x + y ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ നമുക്ക് -10 എന്നും വൈയുടെ വാല്യൂ 3 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് -10 + 3 = z എന്നാണ് പറയുന്നത്. അപ്പം -10ന്റെ കൂടെ 3 കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഇൻറ്റീജർ പാർട്ട് നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻറ്റീജേഴ്സ് വരുമ്പോൾ ഒന്ന് മൈനസും ഒന്ന് പോസിറ്റീവുമാണെങ്കിൽ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ സൈനാണ് ഉത്തരത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ 10ൽ നിന്നും 3 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 7 കിട്ടും. 10ന്റെ സൈനാണ് നെഗറ്റീവ്, അതുകൊണ്ട് -7. ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് -7. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 73-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇപ്പോൾ ഓപ്ഷൻസുകൾ നമുക്ക് നോക്കാം. 12, 48, 24, 16. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവയെല്ലാം 4ന്റെ ഗുണിതങ്ങളുമാണ്. അപ്പോൾ ഇതുമല്ല. എന്നാൽ നമുക്കിവിടെ ശ്രദ്ധിക്കാം. 12, 48, 24, 16. ഇതിൽ ഒരെണ്ണം 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്, അല്ലേ? പിന്നെ മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ബാക്കിയെല്ലാം 3ന്റെ പട്ടികയിൽ വരുന്നതുമാണ്. 16 മാത്രം 3ന്റെ പട്ടികയിൽ വരുന്നുമില്ല. അപ്പോൾ ഈ 2 പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്ത
ഏതെന്ന് ചോദിക്കുമ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 16 ആണ്. 2 ചാൻസ് ആണുള്ളത്. ഒന്ന് 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 12ഉം 48ഉം 24ഉം ഒക്കെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്നാൽ 16 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതേപോലെ തന്നെ 16 ഒരു സ്ക്വയർ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 16 ആണ്. ഇനി അടുത്ത ചോദ്യം, 74ാമത്തെ ചോദ്യം, ആറിന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? മാധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ. ആറിന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ എന്ന് പറയുമ്പം 6, 12, 18, 24, 30, 36. 6ന്റെ 6 മൾട്ടിപ്പിൾസ് ആണ്. 6 1s are 6, 6 2s are 12, 6 3s are 18, 6 4s are 24, 6 5s are 30 and 6 6s are 36. ഇനി ഇതിലെ മീൻ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മീൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് ഇവയുടെ തുകയെ നമ്മൾക്ക് 6 വെച്ച് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 + 12 + 18 + 24 + 30 + 36 ഇവയുടെ തുക എന്ന് പറയുന്നത് 126 ആണ്. 126നെ മൊത്തം 6 സംഖ്യകളാണല്ലോ ഉള്ളത് വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 21 എന്നാണ് കിട്ടുന്നത്. നമുക്കിവിടെ ഓപ്ഷൻ്റെ 21 എന്നൊരു ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇതിനോട് അടുത്ത് വരുന്നത് 19 ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം വന്നിരുന്നത് നമുക്ക് PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ വന്നിരിക്കുന്ന ഉത്തരം 19 ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ വരേണ്ടത് 21 ആണ്. അപ്പം PSC തന്നിരിക്കുന്ന ആൻസർ 19 ആയതുകൊണ്ട് നമുക്കത് ശരിയായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ചോദ്യം ചെയ്തു വരുമ്പോൾ നമുക്ക് 21 എന്നാണ് കിട്ടുന്നത്. ഇനി ഇതിന്റെ തുക കണ്ടുപിടിക്കാതെ മറ്റൊരു മാർഗമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, മൊത്തം 6 സംഖ്യകളാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് നടുക്കുള്ള മിഡിൽ ടേംസ് ആയിട്ടുള്ള ഈ 2 ടേംസ്, അതായത് 3rd ടേമും 4th ടേമിനെയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഈ 2 ടേംസിന്റെ ആവറേജ് കണ്ടെത്തിയാലും മതി. അപ്പോൾ നോക്കാം, 18 + 24 / 2 ചെയ്യണം. 18ന്റെ 24നും കൂടി തുക എന്ന് പറയുന്നത് 42 ആണ്. 42ന്റെ പകുതി നോക്കുമ്പോൾ നമുക്ക് 21 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 75ാമത്തെ ചോദ്യം, 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു റെക്ടാങ്കിൾ, അതാണ് ചതുരം. ചതുരത്തിന്റെ നീളം 40 മീറ്റർ എന്നും വീതി 30 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇതിന്റെ ചുറ്റളവ് തന്നെയാണ് പുതിയൊരു സമചതുരം, അതായത് സ്ക്വയറിന്റെ ചുറ്റളവും ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, റെക്ടാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B എന്നാണ്. അപ്പം 2 ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 40ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വീതി 30ഉം ആണ്. അപ്പോൾ ഇവ സോൾവ് ചെയ്യുമ്പോൾ 2 × 70 = 140 മീറ്റർ ആണ് ചുറ്റളവ് വരുന്നത്. അപ്പോൾ പുതിയൊരു സമചതുരമുണ്ട്. ആ സമചതുരത്തിൻ്റെയും ചുറ്റളവ് എന്ന് പറയുന്നത് 140 ആണ്. സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4s എന്നാണ്. 4s = 140. അപ്പോൾ ഒരു വശം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. s = 140നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എനിക്ക് 35 എന്നാണ് കിട്ടുന്നത്. അതായത് ഒരു വശം 35 മീറ്റർ ആണ് നീളം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSCയിൽ എന്നും PYQ സെക്ഷൻസും അതുപോലെ തന്നെ ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSCയിൽ
അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി 76ാമത്തെ ചോദ്യം. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്നും 4ാമതും പിന്നിൽ നിന്ന് 20ാമതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പം ഇതൊരു ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്, ക്യൂവിൻ്റെ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അരുൺ എന്ന് പറയുന്ന വ്യക്തി മുന്നിൽ നിന്ന് 4ാമതും പിന്നിൽ നിന്നും 20ാമതും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഇവരുടെ പൊസിഷൻസ് അല്ലെങ്കിൽ ആളുടെ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന തുകയിൽ നിന്നും 1 കുറച്ചാൽ മതി. അപ്പോൾ ഈ 4 + 20 24 -1 = 23. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്യൂവിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പം ഇതിന് ചെയ്യേണ്ട എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന അക്കങ്ങൾ അത് ഒരു സെയിം വ്യക്തിയുടെ തന്നെ പൊസിഷൻസാണ് തന്നിരിക്കുന്നെങ്കിൽ ആ 2 തുകകളും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 കുറച്ചാൽ മതി. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 77ാമത്തെ ചോദ്യം. 8 - 6 ഡിവൈഡഡ് ബൈ 3 × 4. അപ്പോൾ ചോദ്യം ഇതാണ്. 8 - 6 ഡിവൈഡഡ് ബൈ 3 × 4. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്താണ്? ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്യണം അല്ലേ? ബോർഡ് മാസിൽ ബ്രാക്കറ്റും ഇല്ല, ഓഫും ഇല്ല. അപ്പോൾ ഇനി ഡി മാസ് എന്നുള്ളത് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പം അതിലെ ആദ്യം ഡിവിഷൻ പാർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ പാർട്ട് നമ്മൾ ചെയ്യാൻ പോവാം. 18 അതിനെ അങ്ങനെ തന്നെ എഴുതി -6 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 2 ആണ് കിട്ടുന്നത്. 2 × 4. അപ്പോൾ ഡിവിഷൻ പാർട്ട് കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാണുള്ളത്. അതിപ്പം 2 × 4 വരും. 18 - 8. ഇനിയിപ്പോൾ നമുക്ക് ആകെ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല, തമ്മിൽ കുറയ്ക്കാൻ സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. 18-ൽ നിന്നും 8 കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് 10. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 10 ആണ് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്കെല്ലാം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 78ാമത്തെ ചോദ്യം എക്സ്പോണൻസിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. -2/3 the whole raised to 3 into 3/5 the whole raised to 2. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം -2/3 the whole raised to 3 into 3/5 the whole raised to 2. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇവിടെ ഇപ്പം -2 the whole raised to 3 എന്ന് -2/3 the whole raised to 3 എന്ന് പറയുമ്പോൾ -2 raised to 3/3 raised to 3 എന്ന് എഴുതാം. ഇൻറ്റു അടുത്തത് 3/5 the whole raised to 2 എന്ന് വരുന്നത് എനിക്ക് 3 raised to 2/5 raised to 2 എന്ന് എനിക്ക് എഴുതാം. ഇനി നമുക്ക് വെട്ടാൻ പറ്റുന്നതെല്ലാം വെട്ടിക്കളി. അപ്പം ഇവിടെ 3 raised to 2 ന്യൂമറേറ്റർ ഭാഗത്ത് 3 raised to 2ഉം ഡിനോമിനേറ്റർ പാർട്ട് 3 raised to 3ഉമാണ്. അപ്പോൾ ഈ 3 raised to 2വിനെ ഇതിലെ പവറിൽ 3യെയും എനിക്ക് കളയാം. ഇനി താഴെ 3 മാത്രമാണ് മിച്ചമായിട്ടുള്ളത്. ന്യൂമറേറ്റർ പാർട്ടിൽ -2 raised to 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം -8 എന്നാണ് വരുന്നത്. -2ന്റെ തേർഡ് പവർ എന്ന് പറയുന്നത് -8 ആണ്. താഴെ 3 × 5 raised to 2 അല്ലെങ്കിൽ 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ -8/3 × 25 ചെയ്യുമ്പോൾ 75 എന്നാണ് വരുന്നത്. ഇതാണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. -8/75 എന്നാണ് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 79ാമത്തെ ചോദ്യം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്?
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. 72.29 മൈനസ് 53.6 ഇവിടെ ഒരു 0. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്രയാണ്? 9 0 കളയുമ്പോൾ 9 തന്നെ കിട്ടും. 2ൽ നിന്നും 6 കുറയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനിവിടെ കടമെടുത്തത് 12 ആകുന്നു. ഇത് 1 നിൽക്കുന്നു. 12ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എനിക്ക് 6 കിട്ടുന്നത്. 1ൽ നിന്നും 3 എനിക്ക് കുറയ്ക്കാൻ കഴിയത്തില്ല. തൊട്ടിപ്പുറത്ത് നിന്ന് കടമെടുക്കുന്നു, ഇത് 11 ആകുന്നു. 7ൻ്റെ അവിടെ 6 ആകുന്നു. 10ൽ നിന്ന് 3 കുറച്ചാൽ 8, 6ൽ നിന്ന് 5 കുറച്ചാൽ 1. അതായത് നമ്മുടെ ഉത്തരം എന്താണ്? 18.69. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായി വരുന്നത്. വളരെ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 80ാമത്തെ ചോദ്യം. 1, 2, 4 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? അപ്പോൾ ഈ തന്നിരിക്കുന്നത് 1, 2, 4 എന്ന് പറയുന്ന സംഖ്യാശ്രേണി ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതായത് നമുക്ക് GP എന്നതിനെ പറയാൻ പറ്റും. അപ്പോൾ GP ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ ഇത്രാമത്തെ പദം കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് AN ഈക്വൽ ടു A ഇൻറ്റു R⁻n−1. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ്. R എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, R എന്ന് പറയുന്നത് ഇത്രയുടെ ഇരട്ടിയായിട്ടാണല്ലോ പോകുന്നത്. ഇവിടെ 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞെഴുതാമല്ലോ ഇവിടെ. ഇവിടെ R-ന്റെ ടേം വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം AN നമുക്ക് A 10ാം പദമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 1 ഇൻറ്റു 2⁻10⁻1, അതായത് A10 എന്ന് പറയുന്നത് 2⁹ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2⁹ എന്ന് പറഞ്ഞാൽ വാല്യൂ വരുന്നത് 512 എന്നാണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ വരുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. AN = A ഇൻറ്റു R⁻n−1. ഇനി ഇത് ഈ ഇക്വേഷൻ ഓർത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാധാരണ മെത്തേഡാണ്. അപ്പോൾ 1ന്റെ ഇരട്ടിയാണ് 2 എന്ന്, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി നമുക്ക് 8 എന്ന് കിട്ടും. 8ന്റെ ഇരട്ടിയാണ് നമുക്ക് 16, 16ന്റെ ഇരട്ടി നമുക്ക് 32, 32ന്റെ ഇരട്ടി 64, 64ന്റെ ഇരട്ടി 128, 128ന്റെ ഇരട്ടി 256, 256ന്റെ ഇരട്ടിയാണ് 512. അപ്പം നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാമത്തെ ടേം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 512. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.